ആഭ്യന്തര സംഘർഷങ്ങൾക്കിടെ സിറിയയിൽ പാസ്റ്ററും 20 ബന്ധുക്കളും കൊല്ലപ്പെട്ടു. സിറിയയിലെ സുവൈദ ഗവർണറേറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങൾ ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ഉന്മൂലന യുദ്ധമാണെന്ന് സുവൈദയിലെ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭാ നേതൃത്വം വ്യക്തമാക്കി. അന്താരാഷ്ട്ര ഇടപെടലിനായി അഭ്യർത്ഥിക്കുന്നതായും സഭാ നേതൃത്വം പ്രസ്താവനയിലൂടെ അറിയിച്ചു. സിറിയയിലെ സുവൈദ ഗവർണറേറ്റിൽ നടക്കുന്നത് തീവ്രവാദ കൂട്ടക്കൊലകളാണെന്നും അടിയന്തരമായി ഈ അക്രമം അവസാനിപ്പിക്കാൻ ഇടപെടണമെന്നും ആവശ്യപ്പെട്ട് പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ് സിറിയയിലെ ഗ്രീക്ക് ഓർത്തഡോക്സ് ക്രിസ്ത്യൻ സഭാ നേതൃത്വം. സുവൈദ ഗവർണറേറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിനിടയിൽ സിറിയയിൽ പാസ്റ്ററെയും 20 കുടുംബാംഗങ്ങളെയും കൂട്ടക്കൊല ചെയ്ത ഞെട്ടിക്കുന്ന വാർത്തയും പുറത്തുവന്നിട്ടുണ്ട്. സുവൈദയിലെ ഗുഡ് ഷെഫേർഡ് ഇവാഞ്ചലിക്കൽ ചർച്ചിന്റെ നേതാവായ പാസ്റ്റർ ഖാലിദ് മെഷറാണ് 20ഓളം കുടുംബാംഗങ്ങളോടൊപ്പം വാരാന്ത്യത്തിൽ കൊല്ലപ്പെട്ടത്. ഇരകളിൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളും സഹോദരങ്ങളും അവരുടെ കുട്ടികളും ഉൾപ്പെടുന്നു. ഡ്രൂസ് സമുദായത്തിൽ നിന്നുള്ള മെഷർ വർഷങ്ങൾക്ക് മുൻപ് തന്റെ മുഴുവൻ കുടുംബത്തോടൊപ്പം ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്തതായാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സമീപകാല വിഭാഗീയ സംഘർഷങ്ങളിൽ 250-ലധികം പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് സിറിയൻ ഓർത്തഡോക്സ് സഭ തിങ്കളാഴ്ച അടിയന്തര അപ്പീൽ നൽകിയിരുന്നു. മേഖലയിലെ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ ഈ ക്രൂരതയെ അപലപിച്ചു. സുവൈദയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു കിരാത യുദ്ധമാണെന്നും അത് പ്രായഭേദമന്യേ ആളുകളെ കൊലപ്പെടുത്തുകയാണെന്നും അന്താരാഷ്ട്ര സമൂഹത്തോടും ഐക്യരാഷ്ട്രസഭയോടും സഹായം അഭ്യർത്ഥിക്കുന്ന ഈ നിലവിളി ലോകം മുഴുവൻ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നതുമായുള്ള വാക്കുകളോടെയാണ് ഗ്രീക്ക് ഓർത്തഡോക്സ് സഭാ നേതൃത്വം പുറപ്പെടുവിച്ച പ്രസ്താവന അവസാനിക്കുന്നത്. തുടർച്ചയായ കൂട്ടക്കൊലകൾ തടയാൻ ആഗോള പ്രാർത്ഥനയും നടപടിയും ആവശ്യപ്പെടുകയും ചെയ്യുന്നു. തെക്കൻ സിറിയയിൽ വർദ്ധിച്ചുവരുന്ന വിഭാഗീയ സംഘർഷങ്ങൾക്കിടയിലാണ് കൊലപാതകങ്ങൾ നടക്കുന്നത്. US മധ്യസ്ഥതയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും കഴിഞ്ഞ ആഴ്ചയിൽ മാത്രം 250-ലധികം പേർ മരിച്ചതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കിന ന്യൂസ്.